ഞാനെന്ത് വെച്ചുകൂടി എനിക്ക് തോന്നുന്നത് ഈ രാജേന്ദ്ര അർലേക്കർ എന്ന് പറയുന്ന നേതാവ് ഒരു BJP നേതാവ് എന്നതിനേക്കാൾ കൂടുതൽ RSSകാരനാണ് എന്ന് പറഞ്ഞാൽ 100% RSSകാരനാണ്. നേരത്തെ ശ്രീ രാജു പി നായർ പറഞ്ഞതുപോലെ ഈ പറഞ്ഞ സ്വാതന്ത്ര്യ സമരം കിട്ടിയത് സത്യാഗ്രഹത്തിലൂടെ ആയുധമെടുത്താണ് എന്ന് പറയുന്ന ഐഡിയോളജി ഒരു പക്ഷേ പരോക്ഷമായി RSS ഐഡിയോളജിയുമായി ചേർന്ന് പോകുന്നതാണ്. അതിനേക്കാൾ ഉപരി അതേ യോഗത്തിൽ ഇപ്പോൾ ഇവിടെ ക്രിസ്ത്യൻ നയതന്ത്രം വളരെ സജീവമായി നടക്കുന്ന സമയത്ത് ഓർഗനൈസർ, ഞാൻ ഞെട്ടിപ്പോയി, ഓർഗനൈസർ ലേഖനം വായിക്കുമ്പോൾ എന്താണ്, ഹിന്ദുക്കളെ നിങ്ങൾ ക്രിസ്മസ് ആഘോഷിക്കുന്ന ഒരു തവണ ആലോചിക്കണം. ഈ പറയുന്ന ക്രിസ്തു മതത്തിലേക്ക് മതം മാറാൻ തയ്യാറാവാത്ത ആയിരക്കണക്കിന് ഹിന്ദുക്കളെ 250 വർഷങ്ങളെടുത്ത് നിരന്തരം കൊന്നൊടുക്കിയ ഒരു ചരിത്രമുണ്ട്. അത് രാജ്യത്തിൻ്റെ ചരിത്രത്തിലെ കറുത്ത ചരിത്രമാണ് എന്നൊക്കെ ഓർഗനൈസർ എഴുതുന്നതിന് 3-4 ദിവസം മുമ്പേ അർലേക്കറോട് പറഞ്ഞു. ഞാൻ പറയുന്നത് BJP-കാരനാണെങ്കിൽ ക്രിസ്ത്യൻ നയതന്ത്രം വളരെ സജീവമായി കാര്യക്ഷമമായി JP നഡ്ഡ പോയി കേക്ക് മുറിക്കുന്ന സമയത്ത് ഈ ഗോവൻ ഇൻക്വസിഷൻ എടുത്തിടും അർലേക്കർ. അപ്പോൾ ഒന്നാം തരം RSSകാരനാണ്. അപ്പോൾ അർലേക്കർ കേരളത്തിലേക്ക് വരുന്നത്, അതും തെരഞ്ഞെടുപ്പിന് 1 വർഷം മാത്രം ബാക്കിയുള്ളപ്പോൾ, ഒരു മുൻവിധിയുമില്ലാതെ ഞങ്ങൾ നോക്കി നിൽക്കാം, കാര്യങ്ങൾ ശുഭകരമായി ഭവിക്കട്ടെ. പക്ഷേ ആ പ്രതീക്ഷ എത്രത്തോളം ഫലവത്താവാനിടയുണ്ട്? ആനന്ദ് വെച്ചുകൂടി. അല്ല, എനിക്ക് തോന്നുന്നത് ഈ കേരളത്തിലെ CPM വിചാരിക്കുന്നത് ആരിഫ് മുഹമ്മദ് ഖാനേക്കാൾ അവർക്ക് കുറച്ചുകൂടി ഹിതകരമായിട്ടുള്ള ഒരു ചോയ്സാണ് ഈ ആർലേക്കറിൻ്റേത് എന്ന തെറ്റിദ്ധാരണ ഇന്ന് സഖാവ് AK ബാലൻ്റെ ഒരു പ്രസ്താവനയിൽ കൂടി നമുക്ക് കാണാം. അദ്ദേഹം പറയുന്നത് ആരിഫ് മുഹമ്മദ് ഖാൻ പോകുന്നത് ഇവിടെ കോൺഗ്രസ്സുകാർക്കും മറ്റാർക്കൊക്കെയോ ബുദ്ധിമുട്ടുള്ള കാര്യമാണ്, പക്ഷേ ഈ ഞങ്ങൾക്ക് മുൻവിധികളൊന്നും ഇല്ല എന്നാണ്. പക്ഷേ CPM-ന് മുൻവിധികൾ ഉണ്ടാകേണ്ടതാണ്. കാരണം ഈ ആർലേക്കർ എന്ന് പറയുന്നത് എനിക്ക് തോന്നുന്നത് കേരളത്തിൽ ആദ്യമായിട്ട് ഒരു പൂർണ്ണ സംഘിയായിട്ടുള്ള, അല്ലെങ്കിൽ സംഘപരിവാറിൻ്റെ എല്ലാ ആശയങ്ങളും ഉൾക്കൊള്ളുന്ന ഒരു തികഞ്ഞ സംഘിയായ ഒരു ഗവർണർ ആദ്യമായിട്ടാണ് വരുന്നത് എന്നാണ് ഞാൻ കരുതുന്നത്. കാരണം പണ്ട് വാജ്പേയി ഭരിച്ചപ്പോൾ സിക്കന്ദർ ഭക്തിനെ പോലെ, അതായത് ജനതാ പാർട്ടിയിൽ നിന്ന് BJP-യിലെത്തിയ സിക്കന്ദർ ഭക്തിനെ പോലെ, അല്ലെങ്കിൽ TN ത്രിലോക് ചതുർവേദിയെ പോലെ, സുഖദേവ് സിംഗ് കാങ്ങിനെ പോലെ ഒക്കെയുള്ള ആൾക്കാരാണ്. അല്ലെങ്കിൽ ഇപ്പോൾ പിണറായിയുടെ ആദ്യത്തെ ടേമിലാണെങ്കിൽ സദാശിവത്തെ പോലെ, ആരിഫ് മുഹമ്മദ് ഖാനെ പോലെ ഒക്കെ ഈ ലാറ്ററൽ എൻട്രി ആയിട്ട് BJP-യിലൊക്കെ എത്തിയിട്ടുള്ള ആൾക്കാരും, അല്ലെങ്കിൽ BJP സഹയാത്രികരായിട്ട് പിൽക്കാലത്ത് മാറിയവരും ഒക്കെയാണ് ഇവരൊക്കെ. പക്ഷേ ഇദ്ദേഹം ആർലേക്കർ ഒരു തികഞ്ഞ സംഘപരിവാർ ആശയധാരയുമായിട്ട് ചേർന്ന് നിൽക്കുന്ന, ഈ പോർച്ചുഗീസ് ഇൻക്വിസിഷൻ്റെ കാര്യമൊക്കെ പറഞ്ഞല്ലോ, ഗോവയിലെ ഫ്രാൻസിസ് സേവിയറുടെ കീഴിലുണ്ടായ ഇൻക്വിസിഷൻ. അപ്പോൾ അതിൽ ആർലേക്കറിൻ്റെ രാഷ്ട്രീയ ബോധ്യവും അദ്ദേഹത്തിൻ്റെ ആശയങ്ങളും ഒക്കെ വ്യക്തമാണ്. പക്ഷേ ഞാൻ കാണുന്നത് ഇതിൽ 1-2 കാര്യങ്ങൾ. ഒന്ന്, ഇവിടെ MR അജിത് കുമാർ ദത്താത്രേയ ഹോസബാലയെ കണ്ടത് ഇവിടെ 2 കൂട്ടർക്ക് ബുദ്ധിമുട്ടുണ്ടാക്കിയിട്ടുണ്ട്. അത് പുറത്തു വന്നത്, ഒന്ന് ശരിക്കും CPM-നാണ്. അത് മുഖ്യമന്ത്രിയുടെ ദൂതനായിട്ട് പോയി എന്നാണ് ഇപ്പോൾ കേരളത്തിൻ്റെ പൊതുജനം വിശ്വസിക്കുന്നത്. അതുകൊണ്ട് CPM-ന് ബുദ്ധിമുട്ടുണ്ട്. രണ്ടാമത്, അത് ബുദ്ധിമുട്ടുണ്ടാക്കിയത് RSS-ന് തന്നെയാണ്. കാരണം RSS ആദ്യം അത് നിഷേധിക്കുകയാണ് ചെയ്തത്. അങ്ങനെ ഒരു കൂടിക്കാഴ്ചയെ നടത്തിയിട്ടില്ല എന്ന് RSS നിഷേധിക്കുമ്പോൾ മനോരമ സ്പെഷ്യൽ ബ്രാഞ്ച് റിപ്പോർട്ട് ചോർത്തി അത് മനോരമയുടെ മുൻപേജിൽ പ്രസിദ്ധീകരിക്കുമ്പോൾ RSS-ന്റെ കൂടെ കള്ളമാണ് പൊളിഞ്ഞത്. അതായത് CPM-ഉം RSS-ഉം ആ കാര്യത്തിൽ കള്ളം പറഞ്ഞു എന്ന് ഇവിടെ മാധ്യമങ്ങൾക്ക് തെളിയിക്കാൻ പറ്റി. അപ്പോൾ ഈ ആരിഫ് മുഹമ്മദ് ഖാന് എൻ്റെ ഒരു ശൈലി എന്നാൽ അദ്ദേഹം ഈ സർക്കാരുമായിട്ട് നിരന്തരം കൊമ്പ് ഓർക്കുകയായിരുന്നു. പക്ഷേ നമുക്കറിയാം BJP CPM തമ്മിൽ ഈ പരസ്യമായിട്ട് WWD ഈ ഗുസ്തി ഉണ്ടാകുമ്പോഴും ചില രഹസ്യ ഡീലുകൾ നടക്കാറുണ്ട് എന്ന് നമുക്കറിയാം. അതിന് ഇപ്പോൾ ഇനി ആർലേക്കർക്ക് DGP ആകാൻ പോകുന്ന, ഭാവിയിൽ DGP ആവാൻ പോകുന്ന എല്ലാ, അതായത് ലോ ആൻഡ് ഓർഡർ ചാർജ് ഉൾപ്പെടെ കിട്ടാൻ സാധ്യതയുള്ള അജിത് കുമാറിനെ രാജ്ഭവനിലേക്ക് വിളിച്ചു വരുത്തിയാൽ മതി. ഔദ്യോഗികമായിട്ട് വിളിച്ചു വരുത്തി ഡീലുകൾ ഉണ്ടാക്കാം. ആരിഫ് മുഹമ്മദ് ഖാനെ പോലെ ഈ സർക്കാരിൻ്റെ, അതായത് കേന്ദ്ര സർക്കാരിൻ്റെ മുഴുവൻ കാര്യങ്ങളും മനസ്സിലാക്കാതെ പ്രവർത്തിക്കുന്ന ആരിഫ് മുഹമ്മദ് ഖാന് അങ്ങനെയുള്ള ബുദ്ധിമുട്ടുകൾ, അങ്ങനെയുള്ള പരാധീനതകൾ ഉണ്ടാകുമ്പോൾ ആർലേക്കറിന് മനസ്സറിഞ്ഞ് പ്രവർത്തിക്കാനും എപ്പോഴാണ് ചവിട്ടി പിടിക്കേണ്ടത്, എപ്പോഴാണ് മറ്റ് തരത്തിൽ ഇടപെടേണ്ടത് എന്ന് ആർലേക്കർക്ക് നന്നായിട്ട് അറിയാം. അപ്പോൾ അങ്ങനെ ഒരു കാര്യം എന്തായാലും ഇതിൽ കേന്ദ്ര സർക്കാരിനുണ്ടാകും. ആരിഫ് മുഹമ്മദ് ഖാൻ അദ്ദേഹത്തിന് 5 വർഷം കൂടി ടേം നീട്ടിക്കിട്ടിയിരിക്കുകയാണ്. അദ്ദേഹം കഴിഞ്ഞ തവണ വൈസ് പ്രസിഡന്റ് ആകും എന്നൊക്കെ കരുതിയിരുന്നു. പക്ഷെ അത് ഉണ്ടായില്ല. ജഗദീപ് ധൻഖറിനാണ്
ആ അവസരം കിട്ടിയത്. അദ്ദേഹം 5 വർഷത്തേക്ക് കൂടി അദ്ദേഹത്തിന് ഇനി ടേം നീട്ടിക്കിട്ടിയിരിക്കുകയാണ്. നമ്മൾ അദ്ദേഹത്തിൻ്റെ ഇവിടുത്തെ ഒരു 5 വർഷത്തെ കാലത്തെ അദ്ദേഹത്തിൻ്റെ പ്രവർത്തനം വിലയിരുത്തിയാൽ അദ്ദേഹം ഇവിടെ SFIക്കാരുമായിട്ട് വരെ ഗുസ്തി പിടിക്കുന്നു, മുഖ്യമന്ത്രിയായിട്ട് ഗുസ്തി പിടിക്കുന്നു, പത്രസമ്മേളനം നടത്തുന്നു, പത്രക്കാരെ കാണുന്നു. ഇങ്ങനെയുള്ള ഒരു ഗവർണറെ നമ്മൾ ആരും കണ്ടിട്ടില്ല, അല്ലെങ്കിൽ ആരും തന്നെ കണ്ടിട്ടില്ല. ഒരു സംസ്ഥാനത്തും ഇല്ലാത്ത വിധത്തിലുള്ള ഒരു തികഞ്ഞ രാഷ്ട്രീയക്കാരനെ പോലെ പെരുമാറിയ ഒരാളാണ് ആരിഫ് മുഹമ്മദ് ഖാൻ. അതുകൊണ്ട് തന്നെ CPM വിചാരിക്കുന്നത് അവരുടെ ഈ കഴിഞ്ഞ 5 വർഷത്തെ കാലത്തെ ബുദ്ധിമുട്ടുകൾ എല്ലാം വലിയ ബുദ്ധിമുട്ടുകൾ എല്ലാം മാറിയിട്ടുണ്ട് എന്നാണ്. പക്ഷേ അടിസ്ഥാനപരമായ ഒരു RSSകാരനായിട്ടുള്ള ആർലേക്കറിന് CPMനെ പലതരത്തിലും ബുദ്ധിമുട്ടിക്കാൻ പറ്റും. അത് അദ്ദേഹത്തിൻ്റെ ചാൻസലർ എന്ന പദവിയിൽ അദ്ദേഹം വിട്ടുവീഴ്ചകൾ കാണിക്കാൻ ഒരു സാധ്യതയുമില്ല. ഇവിടുത്തെ ഉന്നത വിദ്യാഭ്യാസ നയങ്ങളെ അല്ലെങ്കിൽ ഇവിടെ വൈസ് ചാൻസലർമാരെയൊക്കെ നിയമിക്കുന്ന കാര്യങ്ങളിലെല്ലാം ആരിഫ് മുഹമ്മദ് ഖാൻ ചെയ്തത് തന്നെ അദ്ദേഹവും ചെയ്യും തന്നെ എന്നാണ് ഞാൻ കരുതുന്നത്. ശരി. അത് മാത്രമല്ല, ആരിഫ് മുഹമ്മദ് ഖാൻ ചെയ്തത് ഇപ്പോൾ അവിടെ നിതീഷ് കുമാർ ഇന്ത്യ മുന്നണിയുള്ള സമയത്താണ് ഏറ്റുമുട്ടൽ നോക്കിയാൽ ആരിഫ് മുഹമ്മദ് ഖാൻ ചെയ്തതൊന്നുമല്ല, അതിനേക്കാൾ കൂടുതൽ ചെയ്തിട്ടുണ്ട് ആർലേക്കർ. പിന്നെ നിതീഷ് കുമാർ ഇന്ത്യ മുന്നണിയിൽ നിന്നും NDA സഖ്യത്തിലേക്ക് വന്നപ്പോഴേക്കും അതൊക്കെ മാറി അജാത ശത്രുവില്ലാത്ത ആളാണ് നിതീഷ് കുമാർ എന്ന് വാഴ്ത്താനും മടിയില്ലാത്ത ആളാണ് ആർലേക്കർ. അത് രാഷ്ട്രീയമാണ്. അപ്പോൾ അങ്ങനെ വാക്കുകൾ മാറ്റുന്നതൊക്കെ സ്വാഭാവികം.